ഏകദേശം 355 കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയിട്ടുള്ള തലൈവർ രജനീകാന്തിന്റെ കൂലി സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിട്ടുള്ള ടോപ്പ് 7 ആക്ടേഴ്സ് ആരൊക്കെയെന്ന് ഈ വീഡിയോയിൽ നോക്കാം. ഏഴാമതായിട്ട് മലയാളി താരമായിട്ടുള്ള സൗബിൻ സാഗർ. ഇദ്ദേഹം സിനിമയിൽ മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കുകയും എല്ലാവരെയും ഞെട്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് വെറും 1,50,00,000 രൂപയാണ് പ്രതിഫലമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ ആറാമതുള്ളത് ശ്രുതി ഹാസനാണ്. സാധാരണ ഗ്ലാമർ വേഷങ്ങളൊക്കെ ചെയ്ത് പ്രസിദ്ധിയായിട്ടുള്ള ഇവരെ ഈ സിനിമയിൽ ആക്ടിംഗ് പ്രാധാന്യമുള്ള ഒരു വേഷം ചെയ്ത് എല്ലാവരെയും ഞെട്ടിച്ചു. ഇവർക്ക് 2 കോടി രൂപയാണ് പ്രതിഫലമായിട്ട്. അഞ്ചാമതായിട്ട് മോനിഹ റോൾ കൈകാര്യം ചെയ്തിട്ടുള്ള പൂജ ഹെഡ്ഡിക്ക് ഏകദേശം 3 കോടി രൂപയാണ് പ്രതിഫലമായിട്ട് കൊടുത്തിട്ടുള്ളത്. നാലാമതായിട്ട് ഈ സിനിമയിൽ വില്ലൻ വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള തെലുങ്ക് സ്റ്റാർ നാഗാർജുനയ്ക്ക് ഏകദേശം 10 കോടി രൂപയാണ് പ്രതിഫലമായിട്ട് കൊടുത്തിട്ടുള്ളത്. മൂന്നാമതായിട്ട് ഈ സിനിമയിൽ ദാഹെ എന്ന ഗ്യാങ്സ്റ്റർ വേഷത്തിലെത്തിയിട്ടുള്ള അമീർ ഖാന് ആദ്യം 50 കോടി രൂപയാണ് പ്രതിഫലമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ലോകേഷിന് ഈ സിനിമയിലുള്ള കഷ്ടപ്പാടും ഡെഡിക്കേഷനും കണ്ടിട്ടുള്ള അമീർ ഖാൻ ആണെങ്കിൽ 50 കോടിയിൽ നിന്ന് 30 കോടി തിരിച്ചേൽപ്പിച്ചു. രണ്ടാമതായിട്ട് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ലോകേഷ് കനകരാജ് ആണെങ്കിൽ 50 കോടി രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് ഈ സിനിമയിലെ നായകനായിട്ടുള്ള സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ആണ്. അദ്ദേഹം ഈ ഒറ്റ സിനിമയ്ക്ക് വേണ്ടി ഏകദേശം 200 കോടി രൂപയാണ് പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്.